ഹലോ, ഞാൻ കുറച്ചങ്ങോട്ട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഒക്കത്തിനും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും ഇതാക്കാനൊന്നും നേരില്ല. ഇപ്പൊക്കെ ഒരു പരിപാടി ഉണ്ട്, നഖം കടിക്കുക എന്നുള്ള പരിപാടി. അത് എവിടെ നോക്കട്ടെ, നോക്കട്ടെ, നഖമൊക്കെ മുറിച്ചു കൊടുത്തതാട്ടോ. എന്നാലും ഒരു കടിക്കൽ സ്വഭാവം. പിന്നെ ഇവരാണെങ്കിലോ രാത്രി സമയമായി കഴിഞ്ഞാൽ കുറച്ച് കളി കൂടുതലാണ് ഗൈസ്. കളിച്ചോട്ടെ. അവനാണെങ്കിൽ ഇപ്പോൾ പിടിച്ച് നിൽക്കലും ഉണ്ടാക്കലും തുടങ്ങിയപ്പോൾ കോണിമയ്ക്ക് കയറുക, അങ്ങനെ നടക്കാൻ നോക്കാനായിട്ടില്ല കേട്ടോ. കോണിമ കയറി 9-ാം മാസമായി കഴിഞ്ഞപ്പോൾ ഈ 9-ാം തീയതിക്ക് ഞാൻ ഇന്നലെ 9 മാസം തികഞ്ഞു. ദേവട്ടാ അങ്ങ് സൂചി ഉണ്ട് ഇഞ്ഞ് 9-ാം മാസത്തെ സൂചി. 9 മാസം സൂചി അടിച്ചാലോ? അടിക്കട്ടെ? അമ്മേ, അടിച്ചു കഴിഞ്ഞ വേനെടുക്കുവോ? അപ്പേ ഞാനും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നിന്നെ കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് കുട്ടികളെ മാത്രം കാണിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അങ്ങോട്ട് വരും. പിന്നെ കയ്യിൽ കമൻറ്റ് ചെയ്താൻ പറ്റില്ല, ഒന്നും എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ കാണിക്കാം കേട്ടോ. നിന്നെ കാണിച്ചത് തന്നെ കമൻറ്റ് ചെയ്താൻ പറ്റും. അപ്പോൾ പിന്നെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പം നെക്സ്റ്റ് പിന്നെ എന്താ, വിട് ഷാരു മുറുക്കി പിടിക്കല്ലേ. ഓനൊറ്റയ്ക്ക് കളിക്കട്ടെ. കൈ രണ്ടും വിട്ട് കുഞ്ഞാപ്പ വിട്. ഓനാണെങ്കിൽ നാളെ ഇപ്പോൾ ഒരു കുടിയിരിക്കലുണ്ട് നമ്മൾ കാക്കാത്തോട്. ഞങ്ങൾ സ്നേഹതീരത്തിൽ ഉള്ളൊരു മെമ്പറെ കുടിയിരിക്കില്ല. അപ്പോൾ നാളെ കുടിയിരിക്കലിന് പോകണം. അതിൻ്റെ ഒരു ഊറ്റത്തിലാട്ടോ. ഒരുപാട് ആളുകളെ കാണാത്തുണ്ട്. നമ്മളെ സാദിഖ് ഇന്ത്യയൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉള്ള നമ്മൾ സാദിഖാക്കനൊക്കെ കാണണം. സാദിഖാക്ക ഉഷാറാണ് കേട്ടോ. സ്നേഹതീരം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ട്. ഒരു ചാരിറ്റബിൾ പോലെ ആയിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ തീരം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയൊരു ഗ്രൂപ്പാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങളായി അത് തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് അതിൽ കയറിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിനൊരു ഊറ്റമുണ്ട്. നാളെ അവരൊക്കെ കാണാമല്ലോ എന്നുള്ള ഊറ്റം. കുട്ടീനെ പിടിക്കല്ലേ ഉണ്ടോ? ഇവരൊക്കെ ഇടയിൽ ഇവരൊക്കെ നോക്കണം. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങൾ ചെയ്യാത്തത്. മതി. ഇതൊക്കെയാണ് ഇവൾക്കാണ് കുറച്ച് കിറുവ കൂടുതൽ. നീ അമ്മേൻ്റെ കുട്ടി അവിടെ പോയിരുന്ന, അവിടെ മൂലക്കേക്ക് പോയിരുന്ന നോക്കട്ടെ. അമ്മേൻ്റെ കുട്ടീനെ കാണുന്നുണ്ടോ നോക്കട്ടെ. ഇതിൻ്റെ 2ാമത്തെ ഷാരു കേട്ടോ. ഇതിൻ്റെ 3ാമത്തെ ദേവുട്ടൻ. നോട്ടെ, ആനെ കാണുന്നുണ്ട്. ഒരു പാട്ടടി കൊടുത്ത അതെന്താണോ, ബിഗ് ബോസിൽ കണ്ണാന്തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ അതിൽ അനിച്ചേട്ടൻ പറയും പോരൂല. അതാണ് സംഭവം. കാലം അങ്ങോട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. ഇനി വേറെ പാട്ട്. 4 പല്ലും വന്നിട്ടുണ്ട് നമ്മുടെ ദൈവത്തിന്. പാറോ ചാരോ ആ പാട്ടല്ല, വേറൊരു പാട്ട് പാടി കൊടുത്തേ. എന്റെ ചെക്ക നോക്കണ്ട പാട്ട് കേട്ടപ്പോ ചാഞ്ചാടി ആടി ഉറങ്ങി പാട്ട് കേൾക്കുമ്പോ ദൈവത്തെ നോക്കട്ടോ. ചാഞ്ചാടി ആടി ഉറങ്ങൂ ദേവട്ട, ചാഞ്ചാടി ആടി ദേവട്ട പാട്ട് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഇതെന്താ പാട്ട് കേട്ടോ. ദേവട്ട ചാഞ്ചാടി ആടി ചേച്ചിയുടെ പാട്ട് എടുക്കാം. ഓന് പാടാൻ നോക്കണം. വിട്ട് അമ്മനോട്ട് എടുക്കല്ലേ. ഓനവിടെ ഒറ്റയ്ക്ക് കളിക്കട്ടെ. അപ്പോഴേ എന്റെ രസമുള്ളൂ. ഹരിദേവേ അപ്പം എന്താണ്, അപ്പം ഞാൻ കുറച്ച് ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. കാരണം ഇതൊക്കെയാണ് മക്കൾക്കൊക്കെ ജലദോഷം കാര്യങ്ങൾ. പിന്നെ അമ്മേനെ കാണുന്നുണ്ടോ? അപ്പൊ ഞാൻ വീഡിയോ പ്രത്യേകിച്ച് ഇട്ടാലും വലിയ ആളുകൾ കാണുന്നില്ല. സങ്കടം. അമ്മ നെയ്യപ്പം
ഇതൊക്കെ പാടിയെന്ന് അവിടെ പാട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇൻസ്റ്റ പേജിലുണ്ട്, എനിക്ക് മിത്ര ചിത്ര എന്ന ഇൻസ്റ്റ പേജ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി നോക്കുന്നുണ്ട്. അതിൽ ഞാൻ തരുന്നൊരു വീഡിയോ നമ്മളൊക്കെ മലപ്പുറക്കാരും കേട്ടോ, നമ്മളൊരു 90 കിഡ്സിലുള്ള ആളുകളൊക്കെ അറിയും. ഇനി മലപ്പുറത്തെ എല്ലാ ഭാഗത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പാടിയ പാട്ടാണ്. ഏത് പാട്ടാണ്? പാവല്ലേ പാവാടല്ലേ കീറിയതെടുത്തോട്ടെ പാവട്ടോ പാവാടട്ടോ കീറിയതിട്ട് എടുത്തോട്ടെ. നമ്മൾ വൈറൽ സോങ് ആണിത്. അതൊക്കെ അന്നത്തെ കാലത്ത് വത്തക്ക തോട്ടത്തിൽ കത്തിയെറിഞ്ഞപ്പോൾ കത്തിമലായി വത്തക്ക ശ്വാസം കിട്ടാതെ പോയി തോട്ടും. അത് കബഡി കളിക്കുന്ന പോലെ തന്നെ. പിന്നെ ഇപ്പം എന്താ, ഈ വീട്ടിൽ കോയിണ്ടോ ഇല്ല, ഈ വീട്ടിൽ കോയിണ്ടോ ഇല്ല, ഈ വീട്ടിൽ കോയിണ്ടോ ഇല്ല, അത് വേറൊരു കളി. പിന്നെ അതേപോലെ തന്നെ വേറൊരു കളിയായിരുന്നു ഉപ്പ് കളി, കാറ്റുകളി. പിന്നെ ഒരു കളിയുണ്ട്, ഏതാണോ? പൂപ്പറിക്കാൻ പോരുമോ അതിരാവിലെ, ആര് നിങ്ങൾക്ക് ആവശ്യം അതിരാവിലെ, ആനച്ചങ്ങല പൊട്ടിച്ചാടിയ ഞങ്ങൾ പെണ്ണിനെ കിട്ടൂല, കുതിരച്ചങ്ങല പൊട്ടിച്ചാടിയ ഞങ്ങൾ പെണ്ണിനെ കിട്ടും, എന്നാലും കാണട്ടെ. അതും ഒരു കാലം അല്ലേ, എന്താ കാലം. അതൊക്കെ ഒരു രസമുള്ളൊരു സമയമായിരുന്നു. പിന്നെ ഇപ്പം ഏതാ, എൻ്റെ മുന്നിൽ കളിക്കില്ലേ, എൻ്റെ മുന്നിൽ കളിക്കില്ലേ. പിന്നെ നമുക്കതും നമ്മുടെ കാലത്തൊക്കെ നമുക്ക് മുടി കെട്ടിത്തീരെ അമ്മമാർ കെട്ടിത്തരുമ്പോൾ ഭയങ്കര കീറല്ലേ. പിന്നെ മക്കൾക്ക് അതേ സ്വഭാവം കാണുമ്പോഴേക്കും വിചാരിക്കും പാവൻ്റെ അമ്മയൊക്കെ മുടി പിടിച്ച് വലിച്ചിട്ട് കെട്ടിയിരുന്നു, ഞാൻ എന്താ എവിടെ പോകാനൊക്കെ പിടിച്ച് വലിക്കും. അന്നത്തെ ആ ഒരു രസവും കാര്യങ്ങളൊക്കെ എവിടെ പോയി ഗൈസ്. അതൊക്കെ ആർക്കും സങ്കടമാണ്. നമ്മളെ കടിച്ച് പൊളിച്ച പോലെ ഒരു മാനിച്ചിപ്പോൾ കുട്ടികൾ ഇപ്പം അടിച്ചു പൊളിക്കുന്നില്ല. കണ്ടോരെ തൊടിയത് മാങ്ങയും ചക്കല്ല, ചക്കൊന്നും പൊന്തില്ലല്ലോ, പഴുത്താ കൊണ്ടേക്കാരനാല് കൊണ്ടാകുള്ളത് കീറാണ്. പല മാങ്ങ എറിഞ്ഞിട്ടും ചാപ്പയ്ക്ക പറഞ്ഞിട്ടും റൂപ്പിക്ക പറിച്ചിട്ടും അതൊക്കെ തിന്നൊരു കാലം, ഒരു കാലമായിരുന്നു ഗൈസ്. അതൊരു കാലം, നിങ്ങൾക്കൊന്നും കിട്ടാത്ത കാലമാണ് പെണ്ണുങ്ങളെ. ഇവരെ രണ്ടാളൊന്നും ഓർക്കണം ഗൈസ്. അതിന് വേണ്ടി നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വ്ളോഗ് ഇടാലോ. ആ വ്ളോഗ് നിങ്ങൾ കാണണം, എൻ്റെ അവസ്ഥകൾ കാണണം, അറിയാമെന്ന് വിചാരിച്ചിട്ട് കണ്ടില്ലേ. ഇതൊക്കെയാണ് ഞാൻ. ഇവരൊക്കെ കൂടെ നിന്ന് കഴിയുമ്പോൾ വീഡിയോ ഇടാൻ അങ്ങോട്ട് മറക്കും. ഞാൻ അങ്ങനെ പറയും കേട്ടോ, വാങ്ങാനാ വീഡിയോ ഇട്ടാൽ കേട്ടോ. യൂട്യൂബ് നമ്മളോട് പറയും ഇടലേ നിങ്ങൾക്ക് ഒന്നും തരില്ല. ഞാൻ പറയും ഇട്ടു വാങ്ങിയെടുക്കുന്നു. അങ്ങനെ പറഞ്ഞാണ്ട് വീഡിയോ ഇട്ടിട്ട് 4 കൊല്ലമായിട്ട് ആ പൈസ വാങ്ങിയെടുത്തു. അത് എയിലെ പോയെന്ന് വെച്ചല്ല, അമ്മാത്ത കാര്യങ്ങളായിരുന്നു കടവും കളിക്കുമ്പൊക്കെ വരാമല്ലേ. അപ്പം അങ്ങനെ ഏതായാലും ഓരോ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ വിചാരിക്കും ആരോഗ്യം കൊണ്ട്. പിന്നെ നമുക്കായ ഓരോരുത്തർക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞതാക്കിയുകൊണ്ട് അതിനെന്താക്കിയുകൊണ്ട് ഇങ്ങനെ അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടാൽ അത് ശരിയല്ല. അപ്പം എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. ഈ വീഡിയോ ചിലപ്പോൾ എപ്പോൾ പോകുമെന്ന് എനിക്കറിയില്ല കണ്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരോടും സ്റ്റോപ്പ് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം താമ്പര്യം.